വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി ദേവാലയത്തിൽ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 22 ബുധനാഴ്ച കൊടിയേറുമെന്നും ജനുവരി 25, 26 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച നടക്കുന്ന കൊടിയേറ്റത്തിന് ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺ വിൽസൺ ഈരത്തറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച 6:15 വിശുദ്ധ കുർബാന, പ്രസിദ്ധേന്തി വാഴ്ച, ലതീഞ്ഞ്, നൊവേന, രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവ നടക്കും. തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. രാത്രി 11 മണിക്ക് ദേവാലയത്തിൽ അമ്പ് പ്രദക്ഷിണങ്ങൾ എത്തിച്ചേരും. തുടർന്ന് വാനിൽ വർണ്ണമഴ ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോണി മേനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ചെറിയാൻ മാളിയേക്കൽ OFM തിരുനാൾ സന്ദേശം നൽകും. ഫാദർ റാഫേൽ പുത്തൻ വീട്ടിൽ സഹകാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പോളി ജോസഫ് മാഞ്ഞാങ്ങ, കൈക്കാരൻ ജോസഫ് തോമസ് കളമ്പാടൻ, ജോയിന്റ് കൺവീനർ ജോസ് കൊച്ചപ്പൻ പായപ്പൻ, പബ്ലിസിറ്റി കൺവീനർ ജോൺസൺ പൗലോസ് ചക്കിയത്ത് എന്നിവർ പങ്കെടുത്തു. ശനിയാഴ്ച 25-ാം തീയതിയാണ് തിരുനാളിൻ്റെ അമ്പെഴുന്നള്ളിപ്പ് ദിനവും അതോടൊപ്പം തന്നെ പ്രസിദ്ധി വാഴ്ച നടത്തുന്ന ദിവസവും വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുപോകുന്ന ദിവസം. അന്നത്തെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ മുഖ്യ വികാരി ജനറൽ അച്ഛനായിരിക്കുന്ന മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ അച്ഛനാണ്. അന്ന് രാവിലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നു. രാത്രി 11 മണിയോടുകൂടി ദേവാലയത്തിലേക്ക് പ്രദർശനം തിരിച്ചു വരുന്നു. 88ാമത്തെ അമ്പതിരുന്നാൾ ഈ വർഷത്തിൻ്റെ അമ്പതിരുന്നാളിനോടനുബന്ധിച്ച് 2 വീടുകൾ ചാരിറ്റി എന്ന നിലയിൽ ഇടവക ഈ അമ്പതിരുന്നാൾ കർമ്മങ്ങൾ ചെയ്ത് ബാക്കി കിട്ടുന്ന പൈസ കൊണ്ട് പണം